ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബെറ്റിക്കോട്ട് അല്ലെങ്കിൽ ഒരു ഷിമ്മി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന്. നമ്മൾ ഉടുപ്പൊക്കെ ഇടുമ്പം നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഷിമ്മി ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഷിമ്മി തയ്ക്കാൻ വേണ്ടത് 2 മീറ്റർ തുണിയുടെ നമ്മൾ കഴുത്തിന് 3 ഇഞ്ചും ഷോൾഡർ 2 ഇഞ്ച് കൈയിൻ്റെ ഇവിടം 5 വെച്ച് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉടുപ്പിൻ്റെ വെച്ച് അത്രയും വരച്ചാൽ മതി. വലിയ കൃത്യ അളവ് വേണമെന്നില്ല ഷിമ്മിക്കായതുകൊണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു രീതി വെട്ടിയെടുക്കുക എന്നേ ഉള്ളൂ. കൈയുടെ ഇച്ചിരി ലൂസായിട്ട് തന്നെ കഴുത്തും വെക്കണം, കൈയും. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇച്ചിരി ഇറക്കം കൂട്ടിയും ബാക്ക് സൈഡ് ഇച്ചിരി ഇറക്കം കുറച്ചും വെച്ചാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ തയ്ക്കുന്നത്. പിന്നെ ഈ കൈയിൻ്റെ സൈഡും ഇതെല്ലാം മടക്കി അടിക്കാതെ ഒരു തുണി വെച്ച് തയ്ക്കുവാണെങ്കിൽ ഒത്തിരി ഇരിക്കും. അതിന് ക്രോസ് പീസാണ് ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴിയുമ്പം ഷിമ്മി ഇച്ചിരി കൂടെ ഭംഗിയായിട്ടിരിക്കും, ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് പീസ് എടുത്ത് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിമ്മി തയ്ക്കാൻ വേണ്ടി ക്രോസ് പീസ് വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗമാണ് ഇത്. 2 പീസ് വെട്ടിയിട്ടുണ്ട്. ഞാൻ 2 മീറ്റർ തുണി ഒരുപോലെ എടുത്തിട്ട് 4ആയിട്ട് മടക്കി വെട്ടിയതാണ്. ബാക്കി ഇരിക്കുന്നത് ഹൈറ്റ് അനുസരിച്ച് നമ്മൾ വെക്കണം. എനിക്കിത് ഹൈറ്റ് കറക്റ്റാണ്, അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്നില്ല. ഈ 2 സൈഡും ജോയിൻ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടിഭാഗമായിട്ടും വയ്ക്കാം. ഇതേപോലെ നല്ല മെറ്റീരിയൽ മേടിച്ചാൽ നമുക്ക് കൂടുതൽ തയ്ക്കാം. ഇത് ഇച്ചിരി വില കുറഞ്ഞ കട്ടി കുറഞ്ഞ മെറ്റീരിയലാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ക്രോസ് പീസ് ഇത് ഉണ്ട്, നമ്മൾ 2 സൈഡും കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെ നേരെ വരും. ഇതുപോലെ തയ്ച്ചിട്ട് നമ്മളിത് നടുക്ക് ഇങ്ങനെ മടക്കി ഫുള്ളും തയ്ക്കണം. ഇപ്പോൾ ഇതേണ്ട ഞാൻ ഇതുപോലെ മൊത്തം മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ചത്. ഇതിൻ്റെ ഈ തയ്യൽ കഴിഞ്ഞുള്ള തുണി കയറി ഇറങ്ങി കാണാം. അപ്പോൾ അത് നമ്മൾ ഒരേ ലെവലിൽ കട്ട് ചെയ്യണം. അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തയ്യൽ കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഉള്ള തുണി ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് എന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ ആദ്യം 2 സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഈ കൈയിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത തുണി ഇതുപോലെ അറ്റത്ത് വെച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ സൈഡ് മാത്രം തയ്ച്ചിട്ട് ഈ തയ്ച്ച ഭാഗത്തിൽ എക്സ്ട്രാ കിടക്കുന്ന തുണി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിടണം. എന്ന് വെച്ചാൽ നമ്മളിത് തിരിച്ച് മടക്കുമ്പം ചുരുങ്ങി വരാതെ നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് കൈയും ഇതുപോലെ അങ്ങ് തയ്ച്ച് നീറ്റായിട്ട് മടക്കി അടിക്കണം. ഇങ്ങനെ അല്ലാതെ ചുമ്മാ ഇത് ഇങ്ങനെ തുണി തന്നെ ഇങ്ങനെ മടക്കി തയ്ക്കുന്ന രീതിയുമുണ്ട്. അത് നമ്മൾ ഒരു 3-4 പ്രാവശ്യം ഇട്ട് കഴിയുമ്പം വിയർപ്പ് കൊള്ളുമ്പം പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയാണ്. നമ്മൾ ഈ നമ്മൾ തുണി വെച്ച് തയ്ക്കുവാണെങ്കിൽ അവിടെ നല്ല സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും, പെട്ടെന്ന് കീറിപ്പോകത്തുമില്ല. എന്നിട്ട് ഈ കഴുത്തിൻ്റെ റൗണ്ടിലും അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ മൊത്തം തയ്ച്ച് നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ കഴുത്തിൻ്റെ റൗണ്ട് ഭാഗം ഇതുപോലെ തയ്ച്ച് കൊടുക്കണം. എല്ലാം തയ്ച്ചിട്ട് ഇതുപോലെ തിരിച്ച് നമ്മൾ അകത്തെ സൈഡ് ഇങ്ങനെ മടക്കി അടിക്കണം. നല്ല ഭാഗത്ത് വെച്ച് തയ്ക്കുന്നത്. എന്നിട്ട് അകത്തെ സൈഡിൽ കൂടെ നമ്മൾ ഇത് മടക്കി അടിക്കണം. ഇപ്പം നമ്മൾ ഷിമ്മിയുടെ കഴുത്തും കൈയുടെ അവിടവും തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫ്രണ്ട് ബോഡി തയ്ച്ചതിൽ 2 സൈഡ് 2 ടക്ക് പിടിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഷിമ്മി ഇച്ചിരി ഒരു ഉടുപ്പിൻ്റെ ഷേപ്പ് കിട്ടാനാണ്. നമ്മൾ ഫ്രാക്കിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഷിമ്മി തയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു 2 ടക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്.
എന്നിട്ട് അടി ഫ്രില്ല് വെക്കാൻ വേണ്ടി ഇരുന്ന് അത്രയും നീളമുള്ള പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2 സൈഡും ജോയിൻ ചെയ്ത് നമ്മൾ അകത്തെ വശത്ത് വെച്ച് വേണം തയ്ക്കാൻ. നമ്മളിത് ഇനി ചെറിയ ഫ്ലീറ്റ്സ് വെച്ച് കൊടുക്കണം. നമ്മൾ ഉടുപ്പിൻ്റെ അടി ഇടാൻ വേണ്ടി തയ്ക്കുന്ന ഷിമ്മി ആയതുകൊണ്ട് ഇത് മെലിഞ്ഞ ആൾക്കാണ്. അപ്പോൾ ഇച്ചിരി വണ്ണം തോന്നിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ഫ്ലീറ്റ് വെച്ചാണ് തയ്ക്കുന്നത്. വണ്ണമുള്ളവരാണെങ്കിൽ അധികം ഫ്ലീറ്റ് ഒന്നും വെക്കാതെ ഷിമ്മി തയ്ക്കണം. ഇതുപോലെ റൗണ്ട് മൊത്തം തയ്ക്കുക. എന്നിട്ട് 2 തയ്യൽ തയ്ച്ചിട്ട് അടിഭാഗം നമുക്ക് ഇച്ചിരി വീതിയായിട്ട് മടക്കി അടിക്കണം. എന്നാലേ ഷിമ്മി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ, നമുക്കിങ്ങനെ ഗൗൺ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.